ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പച്ചമാങ്ങ എങ്ങനെ ഉണക്കി സൂക്ഷിക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ച മാങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അതുപോലെ നമ്മൾ അരിയുന്ന സമയത്ത് എല്ലാ പീസും ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ അരിഞ്ഞു കൊടുക്കാൻ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച മാങ്ങ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തത് ഒരു മൺകലമാണ് കേട്ടോ. അപ്പോൾ ഇത് 20 മാങ്ങ അരിഞ്ഞതാണ്. ഇപ്പോൾ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കലം ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇനി ഉണങ്ങിക്കഴിഞ്ഞിട്ട് എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി 2 ദിവസം മാറ്റി വെക്കാം. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേന് ആ മാങ്ങയിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ഊറ്റിയെടുത്തിട്ട് വേണം മാങ്ങ വെയിലത്തേക്ക് ഇടാൻ കേട്ടോ. മാങ്ങ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റായി പോയതാണ്. അങ്ങനെ ഇതാ ആദ്യത്തെ ദിവസം വെയിൽ കൊണ്ടതിന് ശേഷം നമ്മുടെ മാങ്ങയുടെ അവസ്ഥയാണ് ഇത്. നല്ല വെയിലാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഒരു 3-4 ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. നമുക്ക് ആദ്യത്തെ ദിവസം മാത്രമേ കേട്ടോ ഈ 2-3 പാത്രത്തിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഉണക്കാൻ പറ്റും കേട്ടോ. മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേനും നമ്മുടെ മാങ്ങയൊക്കെ ഈ തട്ടിൽ മാത്രം കൊള്ളുന്നതായി ചുരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ മാങ്ങ ഉണക്കുന്ന സമയത്ത് നല്ല വെയിലുള്ളതുകൊണ്ട് ആകെ 4 വെയിലേ കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങയൊക്കെ നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ടൈറ്റായ കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഇതുപോലെ മാങ്ങ ഉണക്കി സൂക്ഷിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ നമ്മൾ മാങ്ങ ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് മാങ്ങയുടെ സീസൺ അല്ലാത്ത സമയത്തും മീൻകറിയിലിടാനും അതുപോലെ മാങ്ങാച്ചാർ ഉണ്ടാക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതാ 20 മാങ്ങ ഉണക്കിയിട്ട് എനിക്ക് ആകെ കിട്ടിയത് ഇതാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ചില്ല് ബോട്ടിലുണ്ടെങ്കിൽ അതിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.